afternoon all. Good afternoon. Good afternoon, Miss. Qualification. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെ എടുത്ത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എടുത്തോണ്ടിരിക്കും. എവിടെ വരെ എടുത്ത് മിസ്? അമിതാ Reports വരെ എടുത്തു. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡ്സ് വരെ എടുത്തു. റെക്കോർഡ്സ് വരെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്. Functions of accident and emergency services which are എന്തൊക്കെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ANDE സർവീസുകളിലെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് എന്താണ് രോഗികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആൻഡ് കറക്റ്റ് ലൈഫ് സേവിങ് എന്താണ് അവരെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ലൈഫ് സേവ് ചെയ്യുന്നതിനുള്ള ആരോഗ്യ സംരക്ഷണം മെഡിക്കൽ കെയർ കൊടുക്കുക. ക്ലിയർ ആയോ? എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് സേവിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നൽകുക. എന്താണ് ചിലപ്പോ ഒരു കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലോ ചിലപ്പോ അവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം അല്ലെ. എമർജൻസി സിറ്റുവേഷനിലായിരിക്കും അവര് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കറക്റ്റ് അവരെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ആരോഗ്യ സംരക്ഷണം കൊടുക്കുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക. നെക്സ്റ്റ്, ടു ലയാസ് with the courts and the police in medical legal cases whenever required. മെഡിക്കൽ ലീഗൽ കേസുകളിൽ എന്താണ് ആക്സിഡന്റ്, പോയിസണിങ്, സൂയിസൈഡ് അറ്റംപ്റ്റുകൾ അങ്ങനെയുള്ള കേസുകളിൽ പോലീസുമായോ അതല്ലെങ്കിൽ കോടതിയുമായോ എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസുകളുടെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വിവരങ്ങൾ അതല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും റെക്കോർഡുകളിലെ അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുള്ള വിവരങ്ങൾ ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നൽകുക. അവരുമായി കോർട്ടുമായും പോലീസുമായും മെഡിക്കൽ ലീഗൽ കേസുകൾക്ക് ഒരു ബന്ധം സ്ഥാപിക്കുക. ക്ലിയർ ആയോ? ലയാസ് മീൻസ് ബന്ധം, റിലേഷൻ. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസസ് ഫോർ പ്രീ ഹോസ്പിറ്റൽ കെയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ് ടു ആൻഡ് ഫ്രം ദി ഹോസ്പിറ്റൽ. എന്താണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിനോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും റെഫറൽ ആയിട്ട് പുതിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് സർവീസ് ആവശ്യമെങ്കിൽ അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. നെക്സ്റ്റ്, ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ. എന്താണ് ജനങ്ങൾക്ക് അല്ലെ പീപ്പിൾസിന് ജനങ്ങൾക്ക് ഇൻഫർമേഷൻ വിവരങ്ങൾ കൊടുക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നൽകുന്നതിനുള്ള സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. ഏത് സമയത്താണ്? എസ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾ വരുമ്പോ അല്ലെ. ഇപ്പൊ എന്താണ് കൊറോണ വന്നപ്പോ അല്ലെ, നിപ്പ വന്നപ്പോ അപ്പൊ എന്താണ് ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും
ജനങ്ങൾക്ക് അതിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കണം അല്ലേ? നമുക്കത് ആ അസുഖം ആ ഇൻഫെക്ഷൻ വരാതിരിക്കാം, എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാം, എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റലുകളായിരിക്കും അല്ലേ? ആയിരിക്കോ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. എന്താണ്? ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങളോ പൊട്ടിത്തെറികളോ അല്ലെ, പടക്കം അങ്ങനെയുള്ള എന്തെങ്കിലും ദുരന്തങ്ങൾ, ഇപ്പൊ എന്താണ് പടക്ക കമ്പനികൾക്കൊക്കെ തീ പിടിച്ചാൽ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കൊക്കെ എന്താണ് ഗുരുതരമായ പൊള്ളലേൽക്കില്ലേ? അപ്പൊ അവരെ പറഞ്ഞുതരാം, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്, അവരെ കെയർ ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എന്താണ് പറഞ്ഞ് കമ്മ്യൂണിക്കേഷനിലെ ആശയവിനിമയം നടത്തുന്നതിനും വിവരങ്ങൾ കൊടുക്കുന്നതിനും ഉള്ള ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. എന്താണ്? ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഈ എന്താണ് ട്രെയിനിങ്ങൾ കൊടുക്കുക. എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വരുന്ന പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യാം നമ്മൾ പറഞ്ഞില്ലേ? എന്താണ്? ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത്, അവിടെ വർക്ക് ചെയ്യുന്നവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഓറിയന്റേഷൻ ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുക. പിന്നെ എന്താണ്? റിസർച്ച് ആയിട്ട് ഗവേഷണ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളുമായി എന്താണ് പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുക. എന്തൊക്കെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവരെ ലൈഫ് സേവ് ചെയ്യുന്ന, ജീവൻ രക്ഷിക്കുന്നതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക. പിന്നെ എന്താണ്? മെഡിക്കൽ ലീഗൽ കേസുകളിൽ, MLC കേസുകളില് കോർട്ടുമായോ കോടതിയുമായോ പോലീസുമായോ ബന്ധം സ്ഥാപിക്കേണ്ടതിനുള്ള ഒരു റിലേഷൻ ഉണ്ടാവേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബന്ധം സ്ഥാപിക്കുക. എന്താണ്? അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടില്ലേ? കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ടു പ്രൊവൈഡ് എന്താണ്? ഹോസ്പിറ്റലിലേക്ക് എന്താണ് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിനോ അതല്ല ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എവിടെയെങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ആംബുലൻസ് സർവീസുകൾ ആവശ്യമെങ്കിൽ അതെല്ലാം ലഭ്യമാക്കി കൊടുക്കുക. പിന്നെന്താണ്? ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ അവിടെയുള്ള
ഹായ് ഓൾ, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ നൽകുക അല്ലെ? എന്താണ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യാം, എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം അല്ലെ? അവർക്ക് ആവശ്യമായ സൗകര്യങ്ങള് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക, ട്രെയിനിങ്ങൾ കൊടുക്കുക അല്ലെ? എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് അല്ലെ എന്താണ് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ലഭ്യമാക്കണം അല്ലെ? പിന്നെന്താണ് അവർക്ക് സാധാരണ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൂട്ടാണോ അവരെ കെയർ ചെയ്യേണ്ടത്? ആണോ? പറയാം അല്ല അല്ലെ? അപ്പൊ എന്താണ് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളൊക്കെ എന്താണ് ഈ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. പിന്നെ എന്താണ് റിസർച്ച് ആക്ടിവിറ്റീസിന്റെ ഗവേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. ഒന്നുകൂടെ പറയാം. മൂന്നാമത്തെ അല്ലേ എന്താണ് ഫസ്റ്റ് ഒന്നുകൂടെ പറയാം. ആദ്യം എന്താണ് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ED ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് പെട്ടെന്ന് തന്നെ അവരെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, ആരോഗ്യ സംരക്ഷണം കൊടുക്കുക. രണ്ടാമത്തത് എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളിൽ എന്താണ് ആക്സിഡന്റ്, എമർജൻസി, എന്താണ് പോയിസണിങ് അറ്റംപ്റ്റ്, സൂയിസൈഡിങ് അറ്റംപ്റ്റ് അങ്ങനെയുള്ള കേസുകൾക്ക് പോലീസുമായോ അതല്ലെങ്കിൽ കോടതിയുമായോ ഒരു റിലേഷൻ സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ, ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ ബന്ധം സ്ഥാപിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അത്? ഈ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? മൂന്നാമത്തത് എന്താണ് പേഷ്യൻസിനെ ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസ് സർവീസ് ആവശ്യമില്ല. എന്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റേണ്ടതിനും എന്താണ് ആംബുലൻസ് സർവീസ് ആവശ്യമെങ്കിൽ അതൊക്കെ എന്താണ് ലഭ്യമാക്കി കൊടുക്കുക. നാലാമത്തത് എന്താണ് ദുരന്ത പ്രദേശങ്ങൾ അല്ലെ? ഇപ്പൊ എന്താണ് വയനാട് ദുരന്തം നടന്നല്ലേ? അപ്പൊ എന്താണ് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണ്ടേ, വിവരങ്ങൾ കൊടുക്കണ്ടേ? ആശയവിനിമയം നടത്തണം, അവർക്ക് അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആയിട്ട്, ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. നെക്സ്റ്റ് എന്താണ് എഡ്യൂക്കേഷൻ. എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ കൊടുക്കുക. പിന്നെ എന്താണ് റിസർച്ച് ആക്ടിവിറ്റീസിന്റെ ഒരു ഭാഗമാക്കുക. ക്ലിയർ ആയോ? ഫങ്ഷൻസ് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Okay. Next, hospital administration must ensure. Hospital administration emergency departmentile എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കിയെങ്ങാണ്ട് ഉറപ്പുവരുത്തേണ്ടത്? First, the emergency department ED must be organized and administered to meet the healthcare needs of its population. Population ഉദ്ദേശിക്കുന്നത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? തിരക്ക്, ജനസംഖ്യ, എന്താണ് പേഷ്യൻസ് അല്ലെ? ഓക്കെ. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും അവിടുത്തെ പോപ്പുലേഷൻ. അപ്പൊ തന്നെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള അല്ലെ അവരുടെ ആരോഗ്യ സംരക്ഷണങ്ങൾ നിറവേറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. അപ്പൊ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, അവർക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുക, എന്താണ് ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാക്കുക അല്ലെ? അതൊക്കെ ആയിരിക്കില്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങള്. അപ്പൊ അവിടെ വരുന്ന ED ഡിപ്പാർട്ട്മെന്റിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള മെഡിക്കൽ എന്താണ് ആരോഗ്യ സംരക്ഷണം നിറവേറ്റുന്നതിനുള്ള
പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. എന്താണ്? ഓർഗനൈസ് ചെയ്യുകയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? പേഷ്യൻസിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ നടക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഓപ്പറേഷൻ ഓഫ് PD മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് എന്താണ് റിട്ടൺ ആയിട്ടുള്ള രേഖാമൂലമുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടായിട്ട് അതിനനുസരിച്ച് വേണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ രേഖാമൂലമുള്ള പോളിസികൾക്കും പ്രൊസീജിയേഴ്സിനും അനുസരിച്ച് ഓപ്പറേഷൻ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. പിന്നെ ക്ലിയർ ആയോ? റൂൾസ് ആൻഡ് റെഗുലേഷൻ വരെയില്ലേ നമ്മ ഓരോ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഓഫീസുകളിലും അല്ലെങ്കിൽ എന്താണ് ഓരോ സ്കൂളുകളിലും എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടെന്ന് പറയില്ലേ? അങ്ങനെയുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചായിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. എന്താണ്? ഇപ്പൊ നമ്മ സ്കൂളിലാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആണ്, ഒരു സ്കൂളിലാണെങ്കിൽ എന്താണ് അവിടെ ഇത്ര വയസ്സിന് മേലെയുള്ള കുട്ടികളെ മാത്രം ചേർക്കുള്ളൂ, അഡ്മിഷൻ എടുക്കുള്ളൂ. അതല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്നൊക്കെ എന്താണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണല്ലേ? ആണോ? റൂൾസ് ആൻഡ് ഏജ് ലിമിറ്റ് അല്ലെ, അതൊക്കെ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. അതേപോലെ ഹോസ്പിറ്റലിലെ റൂൾസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള എന്താണ് രേഖാമൂലമുള്ള നടപടികൾക്ക് റൂൾസിനും റെഗുലേഷൻ അനുസരിച്ചാണോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? എന്താണ് അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ അല്ലെ, അതൊക്കെ എന്താണ് അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ അവിടെയുള്ള റിട്ടേൺ ആയിട്ടുള്ള പോളിസികൾക്കോ പ്രൊസീജിയേഴ്സിനും അനുസരിച്ചാണോ എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് പറയണോ? ഇനി ആരോ ഒന്നുകൂടി പറയാൻ പറഞ്ഞത്? സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയണോ? ഫസ്റ്റ് പോയിന്റ് പറയണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പോപ്പുലേഷൻ ആരാണ്? അവിടെ വരുന്ന പേഷ്യന്റ് ആണല്ലേ. ആ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള അല്ലെ എന്താണ് ആരോഗ്യ സംരക്ഷണം, മെഡിക്കൽ ഹെൽത്ത് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ സംരക്ഷണം നിറവേറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. എന്താണ് എന്ന് വെച്ചാല് അവിടെ വരുന്ന പേഷ്യൻസിന്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് അവരെ ആവശ്യത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, മെഡിക്കേഷൻസ് കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലും എന്താണ് റിട്ടേൺ ആയിട്ടുള്ള അല്ലെ രേഖാമൂലമുള്ള റൂൾസും റെഗുലേഷനൊക്കെ ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നതിനാവശ്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചാണോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. അപ്പൊ ക്ലിയർ ആയോ? അത് നെക്സ്റ്റ്, medical and nursing director of hospital along with appropriate integration of ancillary service must ensure quality and safety in emergency department. Emergency departmentil varuna patients ne emergency departmentil service മാത്രം ലഭ്യമായാൽ മതിയോ? സേവനം മാത്രം കിട്ടിയാൽ മതിയോ? അല്ല അല്ലെ. എന്താണ് അനുബന്ധ എന്താണ് എക്യുപ്മെന്റിന്റെ സഹായം ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ICUവിന്റെ സഹായം ആവശ്യമുണ്ടാകും, അതല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിന്റെ സഹായം ആവശ്യമുണ്ടാകും, അതല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവൂലേ. അപ്പൊ അങ്ങനെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളുടെ എന്താണ് അനുബന്ധ സേവനങ്ങളുടെ ക്വാളിറ്റിയും സേഫ്റ്റിയില് എന്താണ് ഗുണനിലവാരം, സുരക്ഷിതത്വം,
ആരാണ്? മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഉറപ്പുവരുത്തുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിക്കുന്ന പേഷ്യന്റിന് ലഭിക്കുന്ന അനുബന്ധ സേവനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ അതല്ലെങ്കിൽ സേഫ്റ്റി ഉള്ളതാണോ എന്ന് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ICUവിന്റെ സേവനം, സ്കാനിങ്ങിന്റെ സേവനം, ലാബുകളുടെ സേവനം, എക്യുപ്മെന്റിന്റെ സേവനം, അതൊക്കെയാണ് അനുബന്ധ സേവനങ്ങൾ. അപ്പൊ എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിക്കുന്ന രോഗികൾക്ക് കൊടുക്കുന്ന അനുബന്ധ സേവനങ്ങൾ ഗുണനിലവാരമുള്ളതാണോ സുരക്ഷിതത്വമുള്ളതാണോ എന്ന് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഉറപ്പുവരുത്തുക. Next, appropriate of emergency care are continually monitored and evaluated. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ക്ലിയർ ആയോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവിടെയുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, മെഡിക്കേഷൻസ്, ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. Next, the medical director should oversee all aspects of the practice of emergency medicine in emergency department. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യേണ്ട മെഡിസിൻസ് ഉണ്ടാവൂല്ലേ? എമർജൻസി മെഡിസിൻസ് ഉണ്ടാവും. എന്താണ്? ബ്ലീഡിംഗ് ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കൊടുക്കാൻ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കുമായിട്ട് കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവരുന്ന പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും അബ്ഡോമിൻ പെയിൻ ആയിട്ട് അല്ലെ വലിയ അബ്ഡോമിൻ പെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കാനുള്ള എമർജൻസി മെഡിസിൻസ് ഉണ്ടാവും. അപ്പൊ ഈ മെഡിക്കൽ ഡയറക്ടർ ഈ എമർജൻസി പറഞ്ഞു തരാം. ഈ എമർജൻസി മെഡിസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും പരിശോധിക്കണം. എന്താണ്? വിലയിരുത്തിയിട്ടുണ്ടാവണം. എന്താണ്? ചില മെഡിസിൻസ് സൈഡ് എഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ചില മെഡിസിൻസ് എന്താണ്? പേഷ്യന്റിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അലർജി പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ്? എമർജൻസി മെഡിസിൻ ആവശ്യമായ അളവില് ആ എമർജൻസിയിലെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടോ എന്നൊക്കെ ആരാണ്? ഈ മെഡിക്കൽ ഡയറക്ടർ ഉറപ്പുവരുത്തണം, വിലയിരുത്തിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായ എമർജൻസി മെഡിസിൻസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും മെഡിക്കൽ ഡയറക്ടർ വിലയിരുത്തുക. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന കെയേഴ്സ്, സംരക്ഷണം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ അവർ വന്നു കാണിട്ട് എന്താണ്? അത് നല്ല രീതിയിൽ അല്ലെ എന്താണ്? പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ? ഡോക്ടേഴ്സ് നല്ല രീതിയിൽ എന്താണ്? പേഷ്യൻസിനെ ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ? അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്നുണ്ടോ? അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സുകൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടർച്ചയായിട്ട് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ക്ലിയർ ആയോ? അതിപ്പോ നാലാമത്തെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, all new staff members should get a formal orientation program that addresses എന്താണ്? പുതുതായി വരുന്ന സ്റ്റാഫുകൾക്ക് അല്ലെ എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പുതുതായി ചാർജ് എടുക്കുന്ന സ്റ്റാഫുകൾക്ക് എന്താണ്? ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക. എന്താണ്? ഇപ്പൊ നമ്മ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? നമുക്കൊരു ട്രെയിനിങ് ഒക്കെ തരും അല്ലെ? തരുമോ? അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം നമുക്ക് എന്താണ്? ഒരു ട്രെയിനിങ് തരും. എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെ? ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അല്ലെ? അപ്പൊ എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്റ്റാഫുകൾക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക.
ദ മിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? മിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ദൗത്യം അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിന്റെ ദൗത്യം എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ദൗത്യം എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്? ഗുഡ് ഹെൽത്ത് അല്ലെ, നല്ല ഹെൽത്ത് ഉണ്ടാവാനായിട്ട്. ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക, രോഗം മാറുക, പിന്നെ എന്താണ് അപകടങ്ങളില്ല, ഇപ്പൊ ആക്സിഡന്റ് അങ്ങനെയുള്ള എന്താണ് ജീവന് ഭീഷണിയുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ആണോ? അവരെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിന്റെ ദൗത്യങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? മിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ദൗത്യം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ED. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് എൻ്റർ ആയത് മുതൽ അവരെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള പ്രൊസീജിയേഴ്സ് ആണ്, നടപടികളാണ്. അതെന്താണ്? നല്ല രീതിയിലായിരിക്കുക, സ്റ്റാൻഡേർഡ് ആയ രീതിയിലായിരിക്കുക, ഗുണനിലവാരമായ രീതിയിൽ എന്താണ് നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യുക, അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, പിന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. SOPയിൽ പെടുന്നത് എന്താണെന്ന് ലാസ്റ്റ് നോക്കിയേ. The minimum set of SOP should be available for. എന്താണ് SOPയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നോക്കിയേ. റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്, എന്താണ് പേഷ്യന്റിനെ നല്ല രീതിയിൽ സ്വീകരിക്കുക. ഇപ്പൊ എന്താ ഒരു പേഷ്യന്റിനെ ആംബുലൻസിലാണ് കൊണ്ടുവന്നത്, അപ്പൊ അവർക്ക് എന്താണ് സ്ട്രക്ചറിന്റെ സേവനം ആവശ്യമായിട്ടുണ്ട് വരും അല്ലെ, അറ്റൻഡറിന്റെ സേവനം ആവശ്യമായിട്ട് വരും അല്ലെ, വരുമോ? വരും. അപ്പൊ അതൊക്കെ എന്താണ് ലഭ്യമാക്കി കൊടുക്കുക അല്ലെ. അപ്പൊ അവര് എന്താണ് ആംബുലൻസിൽ പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് എന്താണ് ആംബുലൻസ് ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യിക്കുക, സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ലാണ്ട്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അത് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവിടെ നടന്ന പ്രവർത്തനം സ്റ്റാൻഡേർഡ് ആണ്? ഇല്ല. അപ്പൊ എന്താണ് റിസീവിംഗ് ദ പേഷ്യന്റിനെ നല്ല രീതിയിൽ റിസീവ് ചെയ്യുക. SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, പ്രവർത്തനങ്ങൾ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് SOP. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റ്. എന്താണ് പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുക അല്ലെ, അവരെ ഫയൽ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ട്രയേജ് ഓഫ് ദി പേഷ്യന്റ്. എന്താണ് പേഷ്യന്റിനെ സോർട്ട് ചെയ്യുക അല്ലെ, പേഷ്യന്റിന് എന്ത് മെഡിക്കൽ നീഡ് ആണോ വേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽസ്. SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്, പ്രൊസീജിയേഴ്സ് ആണ്. അതെന്താണ് നല്ല രീതിയിൽ നടത്തുക, സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ നടത്തുക. അങ്ങനെയുള്ള SOPയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ മിസ് പറഞ്ഞു തരുന്നത്. The minimum set of SOP should be available. SOPയിൽ അവൈലബിൾ ആയിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? റിസീവിംഗ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ റിസീവ് ചെയ്യുക. രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റ്, പേഷ്യന്റിനെ റിസീവ് ചെയ്ത് എന്താണ് അവരെ ഡീറ്റെയിൽസിൽ രജിസ്റ്റർ ചെയ്യണല്ലേ, ഫയൽ ഓപ്പൺ ചെയ്യണല്ലേ, രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റ്. പിന്നെന്താണ് ട്രയേജ് അല്ലെ, അവരെ തരംതിരിക്കണം, അവർക്ക് എന്ത് മെഡിക്കൽ കെയർ ആണോ വേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കുക. ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. എന്താണ് ഹോസ്പിറ്റലില് പേഷ്യൻസിന് ചിലപ്പോ എന്താണ് സ്പീഡ് ആവുന്നുണ്ടോ? ഓക്കെ പറയും മിസ്, 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടാ, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് മനസ്സിലായിട്ട് മാത്രം മിസ് നെക്സ്റ്റ് എടുക്കുള്ളൂ. ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ട്രയേജ് മീൻസ് പേഷ്യന്റിനെ സോർട്ട് ചെയ്യുക. ഇപ്പൊ എന്താണ് ഒരു കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒരേപോലെ ആയിരിക്കോ?
മൈനർ ആയിട്ടുള്ള ആക്സിഡന്റ് ആണ് പറ്റിക്കൊണ്ടുവന്നത്. അപ്പൊ എന്താണ് രണ്ടുപേർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വേറെ വേറെ ആയിരിക്കും അല്ലെ. പിന്നെ എന്താണ് ആർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ആർക്കായിരിക്കും? മേജർ ആയിട്ടുള്ള കാർഡിയാക്കുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനായിരിക്കും അല്ലെ. അങ്ങനെ പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നതാണ് ട്രയേജ്. ക്ലിയർ ആയോപ്പാ? പേഷ്യന്റിനെ അവർക്ക് ആവശ്യമുള്ള മെഡിക്കൽ നീഡിന്റെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കുന്നത്. മിസ് ട്രയേജ് ഒക്കെ ഈ ചാപ്റ്ററിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ ട്രയേജ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ അതാണ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയത് കേട്ടാ. വേണ്ട നിങ്ങൾക്ക് ഫങ്ഷണൽ ഏരിയയില് പഠിക്കാനുണ്ടായിരുന്നു. മിസ് അപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ടായി ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അതാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. ക്ലിയർ ആയോ? ട്രയേജ് എന്താന്ന് ക്ലിയർ ആയോ? എന്താണ് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട മെഡിക്കൽ കെയറിന്റെ അടിസ്ഥാനത്തിൽ അവരെ സോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കയറ്റി എൻട്രേജ്. അപ്പൊ എന്താണ് ചിലപ്പോ അവര് ഐസിയുലേക്ക് മാറ്റേണ്ടി വരും അല്ലേ. അതല്ലെങ്കിൽ എന്താണ് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എമർജൻസി മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് അവര് നോർമൽ ആയി കഴിഞ്ഞാൽ എന്താണ് അവരെ റൂമിലേക്കോ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ എന്താണ് അവരെ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും വേറെ സെക്ഷനിലേക്ക് മാറ്റുന്നതാണ് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് എന്തെങ്കിലും സ്കാനിങ്ങിന് വേണ്ടി മാറ്റേണ്ടി വരും അല്ലെ. അതല്ലെങ്കിൽ തന്നെ ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നോർമൽ ആയി കഴിഞ്ഞാൽ എന്താണ് റൂമിലേക്ക് അല്ലെങ്കിൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഐസിയുയിലേക്ക് മാറ്റേണ്ടി വരും അല്ലെ. പേഷ്യൻസിനെ വരുമോ? വരും. അപ്പൊ അങ്ങനെ പേഷ്യൻസിനെ ഐസിയുവില് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് റെഫറൽ ഓഫ് ദി ഹോസ്പിറ്റൽ. റെഫറൽ ഓഫ് ദി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ എന്താണ് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്കോ റെഫറൽ ചെയ്യുക. മനസ്സിലായോ? ഇപ്പൊ എന്താണ് ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് അവർക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത്, ഇപ്പൊ എന്താണ് തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണ് എമർജൻസി ആയിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ അവർക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ന്യൂറോക്ക് റെഫർ ചെയ്യൂലേ. റെഫറൽ ചെയ്യോ? റെഫറൽ ചെയ്യും. അതല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സേവനം അവർക്ക് ആവശ്യമുണ്ടെങ്കിലോ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവരെ പറഞ്ഞയക്കും അല്ലെ, റെഫറൽ ചെയ്യും. അങ്ങനെ പേഷ്യന്റിനെ റെഫറൽ ചെയ്യുക. നെക്സ്റ്റ് എന്താണ് ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യന്റ്. എന്താണ് പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ മെഡിസിൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം എന്താണ് അവരുടെ ഹെൽത്ത് സ്റ്റേബിൾ ആയി നോർമൽ ആയി കഴിഞ്ഞാൽ എന്താണ് അവരെ ഡിസ്ചാർജ് ചെയ്യുക. നെക്സ്റ്റ് ബ്രോട്ട് ഇൻ ഡെഡ് കേസുകൾ. ഡെഡ് കേസുകൾ എന്തെങ്കിലും ഡെഡ് കേസുകൾ എന്താണ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും മരണം സംഭവിക്കുക അല്ലെ. എന്താണ് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ടുവന്നപ്പോ എന്താണ് പേഷ്യന്റ് മരണപ്പെട്ടാല് അതൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്യുക. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റെസ്പിറേഷൻ ഫെയിലിയർ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന്, ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ കാർഡിയാക് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അതല്ലെങ്കിൽ അവർക്ക് വേണ്ട അതിന് വേണ്ട എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട് അല്ലെ. കാർഡിയാക് മോണിറ്റർ ഉണ്ട്, ECG മെഷീനൊക്കെ ഇല്ലേ. അപ്പൊ അതൊക്കെ ലഭ്യമാക്കുന്നതിന് കൊടുക്കുന്ന ഒരു അലേർട്ട് ആണ് കോഡ് ബ്ലൂ. ക്ലിയർ ആയ? കാർഡിയാക് അറസ്റ്റുമായോ അതല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ, റെസ്പിറേറ്ററി എന്തെങ്കിലും പ്രശ്നം ശ്വാസം എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഫെയിലിയറുമായി കൊണ്ടുവന്ന പേഷ്യൻസിന് അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഒക്കെ സേവനം ലഭ്യമാക്കുന്നതിന് കൊടുക്കുന്ന അലേർട്ടാണ് കോഡ് ബ്ലൂ. എന്താണ് കോഡ് ബ്ലൂ? ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മേജർ കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു.
എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് മൈക്കിൽ വിളിച്ച് പറയും കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ് എന്ന് 3 തവണ വിളിച്ചു പറയും. അപ്പൊ എന്താ അതുമായി ബന്ധപ്പെട്ട കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും നഴ്സുമാരും എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യും, അപ്പൊ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സേവനത്തിനായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ കോഡ് ബ്ലൂ? നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസുകൾ. എന്താണ് മെഡിക്കോ ലീഗൽ കേസുകൾ? മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആക്സിഡന്റുകള്, പോയിസണിങ് അറ്റംപ്റ്റുകള്, നാച്ചുറൽ ആയിട്ടുള്ള അൺനാച്ചുറൽ എന്താണ് ഇൽനെസ്സുകൾ അല്ലെ, എന്തെങ്കിലും സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും ഇഞ്ചുറീസ് ആയിട്ട് കൊണ്ടുവന്നാല്, അതല്ലെങ്കിൽ എന്താണ് റേപ്പ് അറ്റംപ്റ്റുകൾ അല്ലെ, ഇങ്ങനെ പോലീസിനെ നമ്മ വിവരം അറിയിക്കുന്ന കേസുകളൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ. അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. എന്താണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല് പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെ, ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പെരുമാറ്റച്ചട്ടങ്ങള് നല്ല രീതിയിൽ ചെയ്യുക. ക്ലിയർ ആയോ? SOP യിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? റിസീവിംഗ് ഓഫ് ദി പേഷ്യന്റ്, പേഷ്യന്റിനെ റിസീവ് ചെയ്യുക, നല്ല രീതിയിൽ സ്വീകരിക്കുക. നെക്സ്റ്റ് എന്താണ്? പേഷ്യന്റിന് രജിസ്ട്രേഷൻ നടത്തുക, ട്രയേജ് കൊടുക്കുക അല്ലെ. പിന്നെ എന്താണ്? പേഷ്യന്റിനെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഷിഫ്റ്റ് ചെയ്യാനോ വേണ്ടി ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ്? റെഫറൽ ഓഫ് ദി പേഷ്യന്റ്. എന്താണ്? വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്കോ റെഫറൽ ചെയ്യുക. ഡിസ്ചാർജ് ദി പേഷ്യന്റ്. എന്താണ്? പേഷ്യന്റിന്റെ ഹെൽത്ത് നോർമൽ ആയി കഴിഞ്ഞാല്, ബെറ്റർ ആയി കഴിഞ്ഞാൽ അവരെ ഡിസ്ചാർജ് ചെയ്യുക. ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്. എന്താണ്? ഡെഡ് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യുക. കോഡ് ബ്ലൂ. എന്താണ്? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും എക്യുപ്മെന്റുകളുടെ സേവനത്തിനുമായി കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. നെക്സ്റ്റ് എന്താണ്? ട്രയേജ് ഓഫ് ദി പേഷ്യന്റ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ ട്രയേജ് ചെയ്യുക, തരം തിരിക്കുക, അവരുടെ മെഡിക്കൽ ഹെൽത്ത് കണ്ടീഷനെ അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുക. നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസ്. എന്താണ്? പോലീസിന്റെ അറിവിലേക്കായി കൊടുക്കുന്ന കേസുകളൊക്കെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞ് സീൽ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുന്നു. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. എന്താണ്? പെരുമാറ്റച്ചട്ടങ്ങള്. ക്ലിയർ ആയോ? SOP. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ED. എന്താണ്? ED-യിലെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പ്രവർത്തനങ്ങള് സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ നടത്തുക. നെക്സ്റ്റ് എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ED സ്റ്റാഫ്. എന്താണ്? റെസ്പോൺസിബിലിറ്റി അല്ലെ. ഇപ്പൊ എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന ഓരോ മെമ്പറിനും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവൂലേ. സ്റ്റാഫുകൾക്കായാലും നഴ്സുമാർക്കായാലും ഡോക്ടർക്കായാലും അല്ലെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ആയാലും ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അവരെന്താണ്? നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവർക്ക് വേണ്ട മെഡിക്കൽ കെയറിന് എന്താണ്? അവരുടെ കണ്ടീഷൻ എന്താണ്? ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണോ, എന്താണ് മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കുന്നതാണ് ട്രയേജ്. ക്ലിയർ ആയോ? കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് കാർഡിയാക്കിലെ ഡോക്ടേഴ്സിനൊക്കെ വിവരം അറിയിക്കണം അല്ലെ. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എല്ലാ സമയത്തും കാർഡിയാക് ഡോക്ടേഴ്സ് സേവനം ലഭ്യമായിരിക്കോ? അതിനുള്ള എക്യുപ്മെന്റ്സുകൾ ലഭ്യമായിരിക്കുമോ? അതല്ലെങ്കിൽ അതിനുള്ള സ്റ്റാഫുകൾ ലഭ്യമായിരിക്കോ? നഴ്സുമാരൊക്കെ ഉണ്ടായിരിക്കുമോ? ഇല്ല അല്ലെ. ഉണ്ടായിരിക്കോ ആ സമയത്ത്? ഇല്ല. അപ്പൊ എന്താണ്? അപ്പൊ അവരുള്ള ആളുകളെ വിവരം അറിയിക്കണം അല്ലെ. കാർഡിയാക് ഡോക്ടർ വിവരം അറിയിക്കണം, അതല്ലെങ്കിൽ നഴ്സുമാരെ വിവരം അറിയിക്കണം, അതല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സുകൾ ലഭ്യമാക്കാനായിട്ട് അവിടെയുള്ള ടെക്നീഷ്യൻസിനെ അതല്ലെങ്കിൽ എന്താണ് അറ്റൻഡേഴ്സിനൊക്കെ വിവരം അറിയിക്കണ്ടേ?
അറിയിക്കണം അല്ലെ? അറിയിക്കണം. അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു അലേർട്ടാണ്. അപ്പൊ എന്താണ്, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിനെ എമർജൻസിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും, കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ് എന്ന് 3 തവണ വിളിച്ചു പറയുമ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലാവും. ഈ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അറ്റൻഡറിനൊക്കെ മനസ്സിലാവും ഇങ്ങനെയുള്ള പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് എക്യുപ്മെന്റിന്റെ സഹായം ആവശ്യമുണ്ടെന്ന് അറ്റൻഡർമാർക്കും എന്താണ് ഡോക്ടർക്ക് എന്താണ് നമ്മുടെ സേവനം അവിടെ ആവശ്യമാണെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവും. അപ്പൊ അവരെന്ത് ചെയ്യും, അപ്പൊ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ട് ആ പേഷ്യന്റിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. ക്ലിയർ ആയോ? ലെവൻത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ മിസ് എടുക്കുന്നുള്ളൂ. 11th പോയിന്റ് മിസ് 9 ആയിട്ടുള്ളൂ. 9th പോയിന്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദി ED സ്റ്റാഫ്. എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുകളും എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങളെ നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ എന്താണ്, സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. എന്താണ്, സ്റ്റാഫുകൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും അവരുടെ പ്രൊഫഷണൽ അറിവും വൈദഗ്ധ്യവും മെച്ചപ്പെടുത്തണം. എന്താണ്, അവർക്ക് വേണ്ട ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ കൊടുത്തു കണ്ടിട്ട് അവരുടെ സ്കില്ലുകള് മെച്ചപ്പെടുത്തുക. Next, triage and screening of each patient must be performed by a physician or trained RN. RN ആണ് ട്ടോ, R അല്ല, RN with EMT. എന്താണ്, ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാല് അവരെ സ്ക്രീൻ ചെയ്യുന്ന നിരീക്ഷിക്കുന്ന സമയത്തും അവർക്ക് ട്രയേജ് കൊടുക്കുന്ന സമയത്തും ആരാണ്, ഒന്നില്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ചെയ്യുക, ഒരു ഡോക്ടർ ചെയ്യുക. അതല്ല ഫിസിഷ്യൻ അപ്പൊ അവൈലബിൾ അല്ലെങ്കിൽ, അപ്പൊ അവിടെ ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ്. രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ രജിസ്റ്റേർഡ് നഴ്സ് EMT ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യത്തില് ചെയ്യുക. ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സാന്നിധ്യത്തില് ഒന്നില്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് ചെയ്യുക, അതല്ലെങ്കിൽ ആരാണ്, ഫിസിഷ്യൻ ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, എലിജിബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എന്താണ്, കുറെ എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. പിന്നെ അടുത്തത്, എലിജിബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. എന്താണ്, ഓരോ പേഷ്യന്റിനെ അല്ലെ, ഓരോ പേഷ്യന്റിനെ കുറിച്ചും വ്യക്തവും എന്താണ് എലിജിബിൾ ആയതും വ്യക്തമായതും അനുയോജ്യതുമായ മെഡിക്കൽ റെക്കോർഡുകൾ നിർമ്മിക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ, അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യ സംരക്ഷണങ്ങളിലെ ഹെൽത്ത് കെയറിന് ആവശ്യമായ രീതിയിലുണ്ടോ എന്ന് എന്താണ് നോക്കുക, ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്താണ്, റിട്ടൺ ആയിട്ടുള്ള രേഖാമൂലമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പിന്നെ എന്താണ്, പേഷ്യന്റിന് കൊടുക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റിന് കൊടുക്കുന്ന അനുബന്ധ സർവീസുകൾ എന്താണ്, ലാബ് സർവീസുകള്, സ്കാനിങ് സർവീസുകള്, ICU സെക്ഷനിൽ അങ്ങനെയുള്ള സർവീസുകൾ എന്താണ് ഗുണനിലവാരമുള്ളതും സുരക്ഷിതത്വമുള്ളതുമാണോ എന്ന് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, മെഡിക്കൽ ഡയറക്ടർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ എമർജൻസി മെഡിസിൻസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും വിലയിരുത്തുക. എന്താണ്, ആ മെഡിസിൻ കഴിച്ചത് കൊണ്ട് പേഷ്യൻസിന് എന്തെങ്കിലും റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും അലർജി വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ആവശ്യമായ അളവിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എമർജൻസി മെഡിസിൻ ലഭ്യമാണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്,
മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെ പുതുതായി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുക. പിന്നെന്താണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹോസ്പിറ്റലിന്റെ ദൗത്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് ആയ രീതിയിലായിരിക്കുക. പിന്നെന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുകളും അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. പിന്നെന്താണ് സ്റ്റാഫുകളുടെ പ്രൊഫഷണൽ നോളജും സ്കില്ലും, എന്താണ് പ്രൊഫഷണൽ അറിവും സ്കില്ല് വൈദഗ്ധ്യമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുക. ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ട്രയേജ്, അതല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുന്നത് ഒരു ഫിസിഷ്യൻ ചെയ്യുക. അതല്ല ഫിസിഷ്യന്റെ അഭാവത്തിൽ ഒരു രജിസ്ട്രേഡ് നഴ്സ് EMT ടെക്നീഷ്യൻ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സാന്നിധ്യത്തിൽ നടത്തുക. ഓരോ പേഷ്യന്റിനെ കുറിച്ചും അനുയോജ്യവും വ്യക്തവുമായ മെഡിക്കൽ റെക്കോർഡുകൾ നിർമ്മിക്കുക. ക്ലിയർ ആയോ? അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ക്ലിയർ ആയില്ലേ? മിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ആണ് അല്ലെ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ആണ്. ആ ഹോസ്പിറ്റലിന്റെ ദൗത്യം എന്തെന്ന് അവിടെ വരുന്ന പേഷ്യൻസിനെ അല്ലെ ട്രീറ്റ്മെന്റ് ചെയ്യുക, അവരെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതല്ലേ? ആണോ? ആണ്. അപ്പൊ അതെന്താണ്? നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. ക്ലിയർ ആയോ? അപ്പൊ അത് നെക്സ്റ്റ് എടുത്തോട്ടെ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഗുണനിലവാര സൂചകങ്ങൾ. എങ്ങനെയായിരിക്കും നമ്മൊരു സാധനത്തിന്റെ ഗുണനിലവാരം നോക്കുന്നത്? നമുക്കൊരു കുർത്തി വാങ്ങിയാണ്, ഒരു ടോപ്പ് വാങ്ങണം, അതിന്റെ ഗുണനിലവാരം നമ്മൾ എങ്ങനെയായിരിക്കും നോക്കുന്നത്? എങ്ങനെയായിരിക്കും നോക്കുന്നത്? മെറ്റീരിയൽ നോക്കും, സ്റ്റിച്ചിങ് നോക്കും അല്ലെ, നമുക്ക് കംഫർട്ട് ആണോ അല്ലെ, പെർഫെക്റ്റ് ഫിറ്റ് ആണോ നോക്കും അല്ലെ, പ്രൈസ് നോക്കും അല്ലെ. അങ്ങനെയൊക്കെയാണ് നമ്മ ഒരു കുർത്തിയുടെ ക്വാളിറ്റി നോക്കും അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മ എങ്ങനെയായിരിക്കും അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി നോക്കുന്നത്, ഗുണനിലവാരം നോക്കുന്നത് എങ്ങനെയായിരിക്കും? അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെ, പ്രോപ്പർ കെയർ കിട്ടുന്നുണ്ടോ, അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ, പിന്നെ എന്താണ് ഇനീഷ്യലില് എന്താണ് ഒരു പേഷ്യന്റിന്റെ ആദ്യത്തെയും പ്രാഥമിക വിലയിരുത്തൽ നടത്തൂലേ, അങ്ങനെയുള്ളതിന് എന്താണ് ഒരുപാട് ടൈമൊന്നും കളയാതെ അല്ലെ പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കൂല്ലേ. എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ. ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന്, ഒരു രോഗിനെ എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവന്നിട്ട് എന്താണ് ICUവിൽ അഡ്മിറ്റ് ആക്കിയൊക്കെയാണ്. ICUവിൽ അഡ്മിറ്റ് ആക്കി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളും മെഡിസിൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം അവരെന്താണ് നോർമലായി അവരുടെ ഹെൽത്ത് ബെറ്റർ ആയി കഴിഞ്ഞാൽ അവരെന്ത് റൂമിലേക്കോ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്തു. എന്താണ് പക്ഷെ അവരെ കണ്ടീഷൻ വീണ്ടും വഷളാവുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? വീണ്ടും ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ. കണ്ടീഷൻ ക്രിട്ടിക്കൽ ആയി കഴിഞ്ഞാൽ എന്താണ് അവരെ വീണ്ടും ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്ക് അതിനുള്ള ബെഡ് അവൈലബിൾ ആയിരിക്കണം അല്ലെ. ICUവില് ആയിരിക്കണം, ബെഡ് അവൈലബിൾ ആയിരിക്കണം. അതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ്. അപ്പൊ എന്താണ് ബെഡ് അവൈലബിൾ അല്ലെങ്കിൽ അതൊരു ഫോൾട്ട് ഇല്ലേത്, അവർക്ക് ആവശ്യമായ ഒരു ബെഡ് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ അതൊരു ഫോൾട്ട് ആണല്ലേ, അതൊരു ബുദ്ധിമുട്ടല്ലേ. എന്താണ് അവരെ ചിലപ്പോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു ക്വാളിറ്റി ഉള്ള കാര്യമാണോ? ഫോൾട്ട് ആണ്, അതൊരു ക്വാളിറ്റി ഉള്ള കാര്യമാണോ? അല്ല. അപ്പൊ അതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ്. ക്ലിയർ ആയത്?
എന്താണ് ICU-ല് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യൻസിനെ എമർജൻസി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ ബെറ്റർ ആയി കഴിഞ്ഞതിന് ശേഷം ICU-നൊക്കെ മാറ്റി നോർമൽ റൂമിലേക്കൊക്കെ ആക്കി കഴിഞ്ഞ് വീണ്ടും അവര് നിലവശലാവുക. എന്താണ് അവര് വീണ്ടും ICU-ലൊക്കെ കിടത്തേണ്ടി വരിക. അതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ്. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്നതിന്, ഡോക്ടർ സർവീസ് ലഭിക്കുന്നതിന്, ഡോക്ടർ സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. പെട്ടെന്ന് നമുക്ക് എല്ലാ ട്രീറ്റ്മെന്റും സർവീസുകളൊക്കെ ലഭ്യമാക്കിയാൽ അതെന്താണ് ഗുഡ് ആണല്ലേ, ക്വാളിറ്റി ഉള്ളതാണല്ലേ, ആണോ? പിന്നെ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എന്താണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവരെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരണം. എന്താണ് ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് എന്താണ് അവിടുത്തെ ഡോക്ടർ എന്താണ് നല്ല രീതിയിൽ ആ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ ഡോക്ടർ സേവനം ലഭ്യമല്ലാതെ എന്താണ് അവര് അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. അത് ക്വാളിറ്റി ഉള്ള കാര്യമാണോ? അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടാണ്ട് വേറെ എവിടെയെങ്കിലേക്ക് കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. നെക്സ്റ്റ്, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഹോസ്പിറ്റലില് ഒരു ഡോക്ടറെ കാണാൻ ചെന്നാലും നമ്മളോട് ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തും അല്ലെ. എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് വന്നത് അല്ലെ, ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ ചോദിക്കില്ലേ, എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ. എന്താണ് എന്തെങ്കിലും മെഡിസിൻസ് തുടർച്ചയായി കഴിക്കുന്നവരാണോ ഒക്കെ ചോദിക്കും. അങ്ങനെയുള്ള ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര സമയം വേണ്ടി വന്നു. എന്താണ് ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം അല്ലെ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേണോ? ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം. എന്നിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം ആവശ്യമായി വന്നു. ടൈം ടു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി, ചികിത്സ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടി വന്നു. പിന്നെ നെക്സ്റ്റ്, സർവീസ് എക്സ്പീരിയൻസ്. അവിടുത്തെ സേവന പരിചയം അല്ലെ, എന്താണ് അവിടുന്ന് കിട്ടുന്ന സർവീസ് നല്ലതായിരിക്കണം അല്ലെ. ഡോക്ടർ സർവീസുകള്, നഴ്സുമാരുടെ സർവീസുകള്, അതർ ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസുകളൊക്കെ എന്താണ് നമുക്ക് നല്ല രീതിയിലായിരിക്കണം അല്ലെ, ബെറ്റർ ആയിരിക്കണം അല്ലെ. എന്നാൽ മാത്രമല്ലേ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് എന്താണ് ഒരു പേഷ്യന്റിനെ ICU-ൽ കിടത്തി അവര് നോർമലായതിനു ശേഷം എന്താണ് അവരെ ഒരു വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റിയായിട്ട് എന്താണ് അവരുടെ ക്രിട്ടിക്കൽ കണ്ടീഷൻ, എന്താണ് അവരുടെ കണ്ടീഷൻ വീണ്ടും മോശമാവുക, ക്രിട്ടിക്കൽ ആവുക. അപ്പൊ എന്താണ് അതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ്. എന്താണ് പ്ലാൻ ചെയ്യാതെ അറ്റൻഡൻസിൽ റീ അറ്റൻഡൻസ് വരിക. എന്താണ് അവര് വീണ്ടും ICU-ലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് അവർക്ക് ബെഡിന്റെ അവൈലബിലിറ്റി ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ എന്താണ് അവര് ICU ഒന്ന് മാറ്റിക്കഴിഞ്ഞപ്പോ എന്താണ് ആ ബെഡിൽ വേറെ പേഷ്യന്റിനെ കിടത്തി കഴിഞ്ഞ ഇവർക്ക് ബെഡ് കിട്ടോ? ഇല്ല. അപ്പൊ അതെന്താണ് അതൊരു ക്വാളിറ്റി ഇല്ലാത്ത അല്ലെ, ഒരു ഗുണനിലവാരമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുക. പറയാം ലെഫ്റ്റ് ടൈം എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നു. എന്താണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളും ഇനീഷ്യൽ അസസ്മെന്റുകളും അല്ലെ രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും എന്താണ് പെട്ടെന്ന് തന്നെ നടത്തണം. ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ്സിന് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് ഡോക്ടർ കാണാണ്ടോ എന്താണ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡോക്ടറുടെ സർവീസ് ലഭ്യമാകാതെ എന്താണ് പേഷ്യന്റിനെ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക്
കൊണ്ടുപോകുക. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടിയിട്ട് എന്താണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് എന്താണ് അവർക്ക് എന്തെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കല്. ഇപ്പൊ നെഞ്ചുവേദനയാണെങ്കിൽ ചോദിക്കും ഇതിനു മുമ്പ് ഇവർക്ക് നെഞ്ചുവേദന വന്നിട്ടുണ്ടോ, ഇവര് സ്ഥിരമായി എന്തെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുന്നവരാണോ, അതല്ലെങ്കിൽ എന്താണ് ഇവർക്ക് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ ഡോക്ടർ? ചോദിക്കും. അതാണ് ഇനീഷ്യൽ അസസ്മെന്റ്. പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം വേണ്ടി വന്നു. ടൈം ടു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടി വന്നു. പിന്നെന്താണ് സർവീസ് എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സേവന പരിചയം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലും ലഭിച്ചിരിക്കുന്ന സേവന പരിചയം. ഇതെല്ലാം ബെറ്റർ ആയാൽ മാത്രമാണ് അല്ലെ, എന്താണ് എല്ലാ കാര്യങ്ങളും ഗുഡ് ആയാൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, role of emergency room clerk or secretary. Emergency room clerkine അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, റോള് എന്തൊക്കെയാണ്? Okay, interview patients to obtain biographic, demographic and financial data for registration purpose and enter information so gathered into hospital computer system. എന്താണ് ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അല്ലെ, ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി, റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പേഷ്യൻസിന്റെ ബയോഗ്രഫിക്കും ഡെമോഗ്രഫിക്കും ഫിനാൻഷ്യൽ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് അപ്പൊ എന്താണ് പേഷ്യന്റിന്റെ പേര്, നെയിം അല്ലെ, നെയിം, സെക്സ്, ഏജ്, അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ? ചോദിക്കോ? അതൊക്കെയാണ് ബയോഗ്രഫിക് ആൻഡ് ഡെമോഗ്രഫിക്. പിന്നെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും സർജറി ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കില്ലേ, എന്താണ് നിങ്ങൾക്ക് ഇത്ര രൂപ അടയ്ക്കേണ്ടി വരും, അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? അതല്ലെങ്കിൽ എന്താണ് പേയ്മെന്റ് ഇൻഷുറൻസ് ആണോ, അതല്ലെങ്കിൽ എന്താണ് ക്യാഷ് ആണോ എന്നൊക്കെ ചോദിക്കില്ലേ? അതൊക്കെയാണ് ഫിനാൻഷ്യൽ ഡാറ്റയിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആയത്? പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സോഷ്യൽ ഡാറ്റാസ്, ബയോഗ്രഫിക്കും ഡെമോഗ്രഫി, എന്താണ് നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും മേടിക്കും. കൂടാതെ എന്താണ് അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ, എന്താണ് ഫിനാൻഷ്യൽ, എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഡാറ്റാസും കളക്ട്. എന്താണ് ഇൻഷുറൻസ് ആണോ, ക്യാഷ് ആണോ നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി ഇത്ര എമൗണ്ട് അടയ്ക്കേണ്ടി വരും, അത് നിങ്ങൾ കൊണ്ട് അടക്കാൻ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കില്ലേ? അങ്ങനെയുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യന്റ്. എന്താണ് എമർജൻസി റൂമിലെ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യിക്കുക, എന്താണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഫയല്, റിട്രീവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദ എമർജൻസി റൂം ഫിസിഷ്യന്. എമർജൻസി റൂമിലെ ഫിസിഷ്യന്, ഡോക്ടർക്ക് വേണ്ടിയിട്ട് അവരെ പഴയ ഫയല് വീണ്ടെടുക്കുകയോ അതല്ലെങ്കിൽ എന്താണ് പുതിയ ഫയല് ഓപ്പൺ ചെയ്യുകയോ ചെയ്യുക. റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻ. എന്താണ് എമർജൻസി റൂമിലെ അഡ്മിഷൻ ആയിട്ടുണ്ടെങ്കിൽ അവരെ ആ പേഷ്യന്റിനെ അഡ്മിഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഈ ക്ലർക്ക് ചെയ്തു കൊടുക്കുക. ക്ലിയർ ആയോ? അവരെ രജിസ്റ്റർ ചെയ്യിക്കുക, പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യിക്കുക, ഡോക്ടർക്ക് അവരെ ഡീറ്റെയിൽസ് ലഭ്യമാക്കുക, ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഫയൽ ഓപ്പൺ ചെയ്യിക്കുകയോ അതല്ലെങ്കിൽ പഴയ ഫയല് വീണ്ടെടുക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ അഡ്മിഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ, നടപടികളൊക്കെ ഈ പേഷ്യൻസിന് അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ്, പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. എന്താണ് നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നമ്മൊരു
ഷോപ്പില് പർച്ചേസിങ്ങിന് ചെയ്യുന്നാലും പറയില്ലേ നല്ല രീതിയിലൊരു കസ്റ്റമർ സർവീസ് ആണെന്ന് പറയില്ലേ. നമ്മ എന്താണ് നമ്മുടെ കാര്യങ്ങള് അവര് ചോദിക്കാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു തരില്ലേ നമുക്ക്? ആണോ? അങ്ങനെയുള്ള അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, coordinate activities in connection with admission of patients in the hospital or other medical facilities. ക്ലിയർ ആയില്ല? എന്താ മിസ്സേ ഒന്നുകൂടെ പറയണോ? ഏതാണ്? നെക്സ്റ്റ് നോക്കിയേ, coordinate activities in connection with admission of patients in the hospital or other medical facilities. അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് മെഡിക്കൽ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അതർ മെഡിക്കൽ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ഡോക്ടറുടെ സേവനം, അതല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനാവശ്യമായ സേവനങ്ങൾ, അതല്ലെങ്കിൽ ഇവരെന്താണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് വീൽ ചെയേഴ്സിന്റെ സേവനಕ್ಕೆ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഈ ക്ലർക്ക് ചെയ്തു കൊടുക്കുക. ക്ലിയർ ആയോ? അതല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും റിപ്പോർട്ടിന്റെ കോപ്പികൾ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ക്ലർക്ക് ലഭ്യമാക്കി കൊടുക്കുക. പിന്നെ നെക്സ്റ്റ്, assess patient other needs from health care professionals like need of ambulance service or referral. എന്നാണ് പേഷ്യന്റിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ എന്താണ് ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. റെഫറലോ അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണണം, അതല്ലെങ്കിൽ ആംബുലൻസ് സർവീസിന്റെ ആവശ്യം ഈ പേഷ്യന്റിന് ഉണ്ടെങ്കിൽ എന്താണ് അതൊക്കെ ഈ ക്ലർക്ക് ലഭ്യമാക്കി കൊടുക്കുക. നെക്സ്റ്റ്, ഗ്രീവൻസ് റിഡ്രസൽ. എന്താണ് പരാതികൾ പരിഹരിക്കുക ഈ പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്, നഴ്സുമാരെ കുറിച്ചോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചോ അതല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുകളെ കുറിച്ചോ പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്സ്. ബെഡ് അറേഞ്ച്മെന്റ്സിനുമായി ബന്ധപ്പെട്ട് ബെഡുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന റൂം അല്ലെ, നമുക്ക് ആ റൂം പറ്റില്ല, വേറെ റൂം ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സിന്റെ സേവനം ലഭ്യമാക്കി കൊടുക്കുക. മിസ് ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി എടുത്തുതരാം. ഇത് ജസ്റ്റ് മിസ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തുതരാം. Make sure that MLC cases are registered. എന്താണ് MLC കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ? നമുക്ക് MLC കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് MLC കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു പറഞ്ഞില്ലേ? അങ്ങനത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം മിസ് കേട്ടോ. ഒന്ന് MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസസ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി എടുക്കാൻ ബാക്കി കേട്ടോ. ഒന്നുകൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നുകൂടെ എടുത്തു തരാം ഇത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കുന്നത് ഹോസ്പിറ്റൽ വാർഡാണ്. അപ്പൊ അതിന്റെ പ്രിന്റ് കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഇനിയിപ്പോ ഇത്രയും സെക്ഷൻ അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.